കറിയൊന്നുമില്ലടി. ഒരു ലോഡ് തുണിയുണ്ടായിരുന്നു അലക്കാൻ. അത് ചോദിച്ചാണ് കൈയുള്ള അല്ല, അത് അലക്കി വന്നപ്പോഴത്തേക്ക് തന്നെ ഞാൻ തളർന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. ഇതെന്താ അതിൻ്റെ അകത്തൊന്നും അതൊരു നിറവ് വരട്ടെ എന്ന് വെച്ചിട്ട് കൊണ്ടുവച്ചതാ. കമത്തി വെച്ചാൽ മീനില്ലായിരുന്നടി? മീൻ ഫ്രിഡ്ജിലുണ്ട് കഴിക്കാൻ. ചേട്ടാ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ചേട്ടാ. കൊള്ളാം, അത്രയും കഷ്ടപ്പെട്ടിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമ്പോൾ ഒരു കറിയില്ലെന്ന് വെച്ചാ നല്ല കറിയാ. ആ നീ ഒരു കാര്യം ചെയ്യ്, മുട്ട പഠിച്ചിട്ടോ. മുട്ട എന്ന് വേണ്ടെന്ന് വെച്ച് കഴിക്കും. എനിക്ക് വേണം, നിനക്ക് വേണ്ടായിരിക്കും. എനിക്ക് എടുത്തിട്ടാ മുട്ട പഠിച്ചു. ഇഷ്ടമല്ല ചേട്ടാ, ഇത് കൂട്ടി കഴിക്കും. എനിക്ക് വയ്യ ചേട്ടാ. ഇത് മര്യാദ മുട്ട പഠിച്ചിട്ടോ. നല്ല ആളില്ല. ഒരു നിനക്ക് ഇവിടുത്തെ വേലി ഇപ്പോൾ തുണി കഴിയുമ്പോൾ തീർന്ന ഈ എല്ലാ ദിവസത്തെയും തുണി അന്നന്ന് കൈവിടണം. ഇത് എല്ലാം ഒരുമിച്ചിട്ട് കൂട്ടിയിട്ട് ഏട്ടനെടുത്ത ഷർട്ടിലേക്ക് എന്തൊരു അഴുക്കാന്നറിയോ? മനുഷ്യൻ ഉരച്ചൊരച്ച് കൈ വരെ വേദന എടുക്കുന്നുണ്ട്. ഞാൻ ഓഫീസ് ജോലിക്കല്ലല്ലോ പോണത്, ഞാൻ ലൈൻ്റെ മേളിൽ കയറാനാണ് പോണത്. അല്ല എ സി റൂമിനകത്തൊരു ജോലിയാണല്ലോ പോണത്. ആ വേഗം കൊണ്ടുവാ. എന്തെങ്കിലും ഒരു ഒഴിച്ചു വിട്ടാൽ ഒരു മോര് കറിയെങ്കിലും വെച്ചെങ്കിൽ അത് കൂടെ കഴിച്ചിട്ട് പോയായിരുന്നു. ഇതിപ്പോൾ അതുമില്ല. ഏട്ടാ ഗ്യാസ് വർക്ക് ചെയ്യുന്നില്ല. ട്യൂബിലല്ലേ കിടന്നായിരിക്കും. ട്യൂബിന്റെ ഒന്നും അല്ല, പിന്നെ ഗ്യാസ് തീർന്നു. ഗ്യാസ് തീർന്നു. അതെങ്ങനെ തീരെ? അതെങ്ങനെ? ഗ്യാസ് ഓടിച്ചിട്ട് എത്ര ദിവസമായി? 4 ദിവസത്തിൽ കൂടുതലായില്ലല്ലോ. എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? ഗ്യാസ് ഇല്ല, ഞാൻ കുലിക്ക് നോക്കി. നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, കൊച്ചുണ്ട്. ഞാൻ ഗ്യാസ് എടുത്ത് കുടിച്ചാ പിന്നെ ഗ്യാസ് എന്ത്? എനിക്ക് എങ്ങനെ അറിയാം? വന്ന് നോക്കുന്നേ, വാ. നിനക്ക് വയ്യെങ്കിൽ പറ, ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. വയ്യാഞ്ഞിട്ടല്ല, വാ വന്ന് നോക്ക്. അത് തന്നെ കാര്യം തന്നെ. ഒരു പാത്രം ഇട്ട് അടച്ചു വെക്കാൻ പോലും ഏട്ടാ ഞാൻ അതേ കുലുക്കി നോക്കിയിട്ടൊന്നും ഇല്ല ഇതിന്റെ അകത്ത് ഗ്യാസ്. നാത്തൂനെ, നാത്തൂനെ ഒന്നിങ്ങി വന്നേ. അവനല്ലേ ക്ലീറ്റസ് ഇല്ലേ? ഓ ഉണ്ട്. ക്ലീറ്റാ അല്ല ഗ്യാസ് കുറ്റി കിടത്തുണ്ടോ? എന്തേ തീർന്നു പോയാ? അല്ല അവനറിയാം ഗ്യാസ് കുറ്റി കിടത്തുണ്ടല്ലേ. അയ്യോ നേരത്തെ പറഞ്ഞേ നമുക്ക് എടുക്കായിരുന്നല്ലോ, വളരെ ഈസി ആയിരുന്നു. പിള്ളേർ കൊണ്ടുവന്നിട്ട് പോയി. അയ്യോടാ, വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലും ഉണ്ടാക്കിക്കോ. ഏത് പിള്ളേർ എടുത്തുണ്ട് പോയി? ഇവിടെ ഗ്യാസ് കമ്പനി സുനിയും മറ്റേ നൗഷാദും ഇല്ലേ, അമരല്ലേ കൊണ്ടുവരണം. നമ്മൾ വിളിച്ചു പറഞ്ഞ സാധനം കൊണ്ടുവരേ. അവരെന്നെ കൊണ്ടുവരുന്നത് ക്ലീറ്റോന്റെ പാർട്ടിയുടെ ഇതായിട്ടേ ഇവിടെ ഗ്യാസ് തീർന്നു. ഇവിടെ ഗ്യാസ് തീർന്നായിരുന്നടാ. അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞ് രാവിലെ കൊണ്ടുവന്നു. ഓ രാവിലെ മറ്റെന്താ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ടൊക്കെ വിളിപ്പിച്ച്. ഓ അവിടേക്ക് വിളിച്ചു പറഞ്ഞാണ്. അതെന്താ അറിയാമോ, ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ അമ്മ കൊണ്ടുവരും. ഇനിയിപ്പോൾ അടിയന് വേണ്ടിയൊക്കെ വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ക്ലീറ്റ പറഞ്ഞാൽ നടക്കും. അത് ഞാൻ പറഞ്ഞാൽ കൊണ്ടുവരില്ല, എനിക്ക് അങ്ങനെ സ്വാധീനമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത് കൃത്യമായിട്ട് ഞാൻ ആളെ കൊണ്ട് ഇവിടെ കൊണ്ടുവെപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവെക്കുന്ന സാധനം ഇത്രയും സ്വാധീനമുള്ള ആളിയെ പൊക്കിയെടുത്തോണം. മോശമല്ല അളിയാ. എന്റെ അടുക്കള ഇരുന്ന ഗ്യാസ് കുറ്റി നീ എന്തിനു എടുത്തോണ്ട് പോയാണ് ചോദിക്കുന്നത്? മര്യാദയ്ക്ക് എടുത്തോണ്ടാ. അയ്യോ അയ്യോ അയ്യോ, ഒന്നും കൂടി പറഞ്ഞേ. അവനറിയാം നിന്നോട് സംസാരിക്കണ്ട. പറഞ്ഞത് പറഞ്ഞു. ഇനി മേലാൽ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടൻ ഇവിടുന്ന് ഗ്യാസ് എടുത്തിട്ട് പോയിട്ടുണ്ട്, അത് ഇങ്ങോട്ട് എടുത്തോണ്ട് വരാനാ. ഇവിടെ ഉള്ള ഗ്യാസ് ഞങ്ങൾ കാശ് കൊടുത്തെടുത്ത ഗ്യാസ്. നിങ്ങളുടെ ഗ്യാസ് എവിടെ പോയത് നിങ്ങൾ അന്വേഷിക്കണം. അത് ഇവിടെ വന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം പറയാം. 4 ദിവസമായിട്ടുള്ള ഇവിടെ ഗ്യാസ് എടുത്തിട്ട് ഇപ്പൊ ഗ്യാസ് കാലിയായിട്ടിരിക്കുന്നു. ആ 4 ദിവസം കൊണ്ട് ലീക്ക് ഒന്നുമില്ല ഇവിടെ. എന്റെ ഗ്യാസ് കുറ്റി ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഗ്യാസ് കാണാതായത് ഇവിടെ വന്നാണ് ചോദിക്കേണ്ടത്. എവനെ ഇപ്പൊ വില കാണിക്കോളൂ. നീ ആളെന്തരം കണ്ട് സംസാരിക്കണം. ഞാൻ ആരാണെന്ന് നോക്കിട്ട് സംസാരിക്കണം നീ കേട്ടാ. ചേട്ടൻ ലോകം മൊത്തം നടന്ന് കള്ളത്തരം കാണിക്കുന്നുണ്ട്. ഇപ്പൊ വീട്ടിൽ കയറി കള്ളത്തരം കാണിക്കാൻ ഉച്ചക്ക് ഏട്ടൻ വന്നിട്ട് കറി പോലും ഇല്ല കൊടുക്കാനായിട്ട്. അത് എന്റെ കുഴപ്പമില്ല, ഇവിടെ താഴെയും കുഴപ്പമില്ല. അവൾ ആർക്കെങ്കിലും എടുത്തു കൊടുത്തിട്ടുണ്ടോ പോയി ചോദിച്ചു നോക്കും. ഞാൻ ആർക്കും എടുത്തു കൊടുത്തിരുന്നില്ല. ക്ലീറ്റോ ചേട്ടൻ തന്നെയാ വീട്ടിൽ കയറി എടുത്തിട്ട് പോയത്. കാണിക്കല്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ കളിച്ച് കളിച്ച് ഇങ്ങനെ കുതിര കയറുന്നത് എന്റെ മേളില് കേട്ടാ. ഞാൻ എല്ലാം സഹിക്കും. ആവശ്യമില്ലാത്ത കളി വേണ്ട കേട്ടാ. കനക എന്ത് സംഭവിച്ചാലും എന്റെ ക്ലീറ്റോന് കുറ്റോ. ശരി നീ ഗ്യാസ് കുറ്റി എടുത്താടാ ഇവിടെ നിന്ന്. മലയാളത്തിൽ എടുത്തില്ല എന്ന് പറഞ്ഞു. എന്റെ വീട്ടിന്റെ അടുക്കള കയറി നീ ഗ്യാസ് കുറ്റി എടുത്തായില്ലേ? ഞാൻ എടുത്തില്ല. അല്ല പിന്നെ അതിന് ചോദിക്കാൻ വേണ്ടി വന്നേക്കുന്നില്ല. എന്തൊരു കള്ളത്തരമായി പറയണത് മുഖത്ത് നോക്കിയിട്ട്. എന്ത് കള്ളത്തരടി പറഞ്ഞത്? കാശിന്റെ കുറവേ ഉള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ ആരുടെ വീട്ടിൽ കയറി മോഷ്ടിക്കേണ്ട ആവശ്യമില്ല. കാശിന്റെ കുറവെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ കള അതൊക്കെ നിന്റെ വീട്ടിലത്തെ സംസ്കാരം.
എന്റെ വീട്ടുകാരെ പറഞ്ഞാലായിരിക്കും. എന്റെ വീട്ടുകാരങ്ങനെ കള്ളത്തരൊന്നും കാണിക്കുന്നില്ല. ആണോ? ആ സാധുവിനെ ഉപദ്രവിച്ചിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടാൻ എങ്ങനെ? നിനക്ക് എന്തുണ്ട്? നിനക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ സമാധാനമായിട്ട് ജീവിക്കണം നിനക്ക് കാണാൻ ഇഷ്ടമല്ലേ? ഒരു പാവം മനുഷ്യൻ ഇങ്ങനെ ഇട്ട് നിങ്ങൾ കൊല്ലാക്കൊല ചെയ്യരുത് കേട്ടോ. ആ മനുഷ്യൻ എന്തോരം വേദന എടുത്തിട്ട്